സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള സാൻഡ്വിച്ച് നിങ്ങൾ ഉണ്ടാക്കിയായിരുന്നോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. എന്തായാലും ഇത് നേരത്തെ ട്രൈ ചെയ്യേണ്ടതായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഞാനിത് 2 ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിൽ ചീസ് ഇട്ടിട്ടും ഒന്നിൽ തൈര് ഒഴിച്ചിട്ടും കേട്ടോ. അപ്പം ഈ വെയിറ്റ് ലോസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് തൈര് ഒഴിച്ചത് അടിപൊളിയായിരിക്കും. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തട്ടിലേക്ക് 2 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ ഇല്ലേ, അത് ഇതാ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്, കാരണം മക്കൾക്ക് എരിവ് വേണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഒരു കള്ളിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. പതുക്കെ പൊക്കിയെടുക്കുകയാണ് കേട്ടോ, അല്ല മുട്ടയെല്ലാം കൂടെ താഴോട്ട് പോകത്തില്ലേ. അങ്ങനെ ഇതാ പയ്യെ എടുത്ത് നമുക്ക് നേരെ ഇതുപോലെ കുറച്ച് വെള്ളം അപ്പച്ചെമ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കണം കേട്ടോ. അങ്ങനെ അടച്ചൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചിക്കൻ വേവുമോ എന്ന്, പക്ഷേ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കുംബർ, ക്യാരറ്റ്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സത്യത്തിൽ ഞാൻ മറന്നുപോയി കേട്ടോ. കുറച്ച് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഈ പച്ചക്കറിയുടെയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ. കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചക്കറി കഴിക്കാത്ത മക്കൾക്കില്ലേ, ഇതുപോലെ സാൻഡ്വിച്ചിലൊക്കെ വെജിറ്റബിൾസ് കൂടുതൽ അങ്ങ് ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. ആ ഒരു സാൻഡ്വിച്ചിൻ്റെ രുചി കൊണ്ട് ഈ ഒരു സാൻഡ്വിച്ച് ഭയങ്കര ഹെൽത്തിയാണ്, കാരണം ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ചീസ് ചേർക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസിനുള്ളവർക്ക് ചീസ് ചേർക്കാത്ത രീതിയിലുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പച്ചക്കറിയെല്ലാം ഞാൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി സവോളയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. സവോളയുടെ ഒരു കുത്തലുണ്ടല്ലോ, അതൊരുപാട് വേണ്ട. അപ്പോൾ ഇത് ഇത്രയും പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും മുട്ടയും വെളുത്തുള്ളിയും ആ ഒരു മുളകും ഒക്കെ നന്നായിട്ട് ആവി കയറി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ വെന്തോന്നൊരു ഡൗട്ടൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടി. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ ഒരു സാൻഡ്വിച്ചിലേക്ക് വേണ്ടുന്ന ഡ്രസ്സിങ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഞാൻ 2 ആയിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല ചീസി ആയിട്ട് ചീസ് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും, ഒന്ന് ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ. ഈ വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നമുക്ക് വലിയവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയതും. പക്ഷേ രണ്ടും നല്ല ടേസ്റ്റാണ്. ഇതിന് കുറച്ച് ചീസിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നുള്ളൂ, പക്ഷേ മറ്റേതും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ ആ വെളുത്തുള്ളിയുടെ പകുതി ഇട്ട് കൊടുത്തു. പകുതി മുളക്, ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്. 2 ചീസ് ഇട്ട് കൊടുത്തു. കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തേ. ചീസിൽ ഉപ്പുള്ളതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് വേണ്ട. ഇത് നേരെ അങ്ങ് പോയി അടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ചെറിയ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈരാണ് ഒഴിക്കുന്നത്, നല്ല കട്ടിയുള്ള തൈര്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. യോഗേർട്ട് ആണെങ്കിലും മതിയേ, പ്ലെയിൻ യോഗേർട്ട് ആണെങ്കിലും മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ നടിച്ച് അതുകൂടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, ഇത് ചെറിയ പീസുകളായിട്ട് ഒന്ന് പിച്ചിയെടുക്കണം. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചൂടോടുകൂടി പിച്ചിയെടുക്കണം, അതാകുമ്പോൾ പെട്ടെന്ന് പോരുവേ. അങ്ങനത്തെ ചിക്കനൊക്കെ ഇതുപോലെ പിച്ചിയെടുത്തു. അതിൽ നിന്ന് പകുതി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം നമുക്കത് തൈരിട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് ചീസ് ഇട്ടിട്ടുള്ളതാണ്. അപ്പം പകുതി വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചീസിൻ്റെ ആ ഒരു ഇതും കൂടെ ചേർത്ത് കൊടുത്ത്, സോസും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഫില്ലിങ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് അതൊന്നും പറയത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഫില്ലിങ് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ തൈര് ഒഴിച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇതും കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്നെപ്പോലെ ട്രൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം ബ്രെഡ് എടുക്കാം. വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആവും. ഞാനിവിടെ സാധാ പ്ലെയിൻ നമ്മുടെ മൈദയുടെ ബ്രെഡില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിലേക്ക് ഇതുപോലെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ചീസിൻ്റെ ഫില്ലിങ് വെച്ച് 2 റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ ഒരു തൈരിൻ്റെ ഫില്ലിങ് വെച്ചിട്ടെടുത്ത് ആ ഒരു സെറ്റ് ഫില്ലിങ്ങും ഉണ്ട്. ഒരു 4-5 നമുക്ക് സാൻഡ്വിച്ച് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരെ ഒരു ചെറിയൊരു തവയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് നേരെ അങ്ങ് നമ്മുടെ സാൻഡ്വിച്ച് ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അകഭാഗം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ ചീസി സാൻഡ്വിച്ചാണ്. ഇത് നമുക്ക് മുറിച്ച് നോക്കിയാലോ, നല്ല ക്രിസ്പി ആയിട്ടില്ലേ പുറം ഭാഗം, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു കാണിക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഫില്ലിങ് കുട്ടികൾക്കൊക്കെ ഇവിടെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അവർ ഒരെണ്ണം തിന്നുന്ന സ്ഥാനത്ത് ഇത് 2 കഴിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമായി. സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്കില്ലേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലൊക്കെ ഇതുപോലെ റോൾ ചെയ്തും കഴിക്കാൻ വേണ്ടി പറ്റുമേ. വെയിറ്റ് ലോസ് ഒക്കെ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.